ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ആഫ്രിക്കയിൽ അവർ മരണപ്പെട്ടാൽ എന്തുകൊണ്ടാണ് ലോകം അവരെ തിരിഞ്ഞു നോക്കാത്തത്? ഇത് പലപ്പോഴും പല മനുഷ്യാവകാശ സംഘടനകളും ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനു പറയുന്നു? ഇൻഫാക്റ്റ് മനുഷ്യാവകാശ സംഘടന പോലും ആഫ്രിക്കയിലുള്ള ജനങ്ങളുടെ കാര്യം എന്തായി എന്ന് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് ഒരു നഗ്നമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ആഭ്യന്തര സംഘർഷം നേരിടുന്ന രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്ന രാജ്യം. ഈ സുഡാനിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമാകട്ടെ അവിടുത്തെ ക്രിസ്ത്യാനികളും. സുഡാൻ ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് സായുധ വിഭാഗങ്ങളും പള്ളികളിൽ ഹമാസ് ചെയ്യുന്നത് പോലെ പള്ളികളിൽ കയറിയിരുന്ന് അപ്പുറവും ഇപ്പുറവും മിസൈലുകൾ അയച്ച് കളിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിത് ഒരു മുസ്ലിം പള്ളിയിൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്നും പുറത്തു വരുന്നു. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സുഡാനിലാണ് മുസ്ലിം പള്ളിയിൽ അർദ്ധസൈനിക വിഭാഗങ്ങൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 43 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക സംഘടനയായിട്ടുള്ള സുഡാൻ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൊല്ലപ്പെട്ടവരെല്ലാം കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ മുസ്ലിം വിശ്വാസികളാണെന്ന് സംഘടന അവകാശപ്പെട്ടു. സുഡാൻ ഡോക്ടേഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. സായുധ സർക്കാർ അർദ്ധസൈനിക വിഭാഗങ്ങൾ സിവിലിയന്മാരോട് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ മനുഷ്യത്വത്തോടും മതത്തോടും അന്താരാഷ്ട്ര നിയമത്തോടുമുള്ള അവരുടെ അവഗണനയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി സുഡാൻ സൈന്യവും അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം ഇതിപ്പോൾ കൊല്ലപ്പെട്ടത് മുസ്ലിം വിശ്വാസികളായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹവും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചയൊന്നും ഇതിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ളൊരു യാഥാർത്ഥ്യവുമാണ്. 2023 ഏപ്രിൽ മുതൽ സൈന്യവും RSFും തമ്മിലുള്ള സംഘർഷം അവിടെ തുടരുകയാണ്. പിന്നീട് ഇത് ഒരു ആഭ്യന്തര യുദ്ധമായി മാറുകയും അതേ വർഷം തന്നെ ഏകദേശം 40,000 പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. ഇതുവരെ 1,50,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡാർഫർ പ്രവിശ്യയിൽ തന്നെയാണ് അർദ്ധസൈനിക വിഭാഗങ്ങളും സൈന്യവും തമ്മിലുള്ള ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത്. രാജ്യത്തെ 2 സുരക്ഷാ സേനകളും തമ്മിലുള്ള ഈ ആഭ്യന്തര യുദ്ധത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പാർപ്പിട മേഖലകളിൽ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിനാൽ സമീപകാല ആക്രമണങ്ങൾ ജനങ്ങളിൽ ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. സുഡാനിലെ സൈനിക അധികാരം സ്വന്തം കൈകളിൽ എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതേസമയം സർക്കാരിൻ്റെ അർദ്ധസൈനിക വിഭാഗങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സൈന്യത്തെ തിരിച്ചാക്രമിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.